ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഡോട്ട് എന്നുള്ള പിക്ചർ സ്റ്റോറിയും അതുപോലെ അതിലുള്ള ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാമാണ്. ഇതൊരു പിക്ചർ സ്റ്റോറിയാണ്. എന്താണ് സ്റ്റോറിയുടെ നെയിം? ദി ഡോട്ട്. ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിയിലെ കുത്ത്, ഡോട്ട്. ഹിയർ ഈസ് ദി സ്റ്റോറി ഓഫ് എ യങ് ഗേൾ. ഇവിടെ എന്താണ്? ഒരു യങ് ഗേളിലെ ചെറിയൊരു ഗേളിൻ്റെ സ്റ്റോറിയാണ്. ഹു ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സിലെ, അവൾ ബിലീവ് ചെയ്തിരുന്നു, വിശ്വസിച്ചിരുന്നു. എന്ത്? അവൾക്ക് ചിത്രം വരക്കാൻ കഴിയില്ലെന്നില്ലേ? ഡ്രോ പിക്ചേഴ്സിലെ കുഡ് നോട്ടിലെ അവൾക്ക് കഴിയില്ലെന്ന് ബിലീവ് ചെയ്ത, വിശ്വസിച്ച ഒരു കുട്ടിയുടെ കഥയാണ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? അല്ലേ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവൾക്ക് വരക്കാൻ കഴിയുമെന്ന്? ലെറ്റ് സി, നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചറിൻ്റെ സ്റ്റോറി എന്താണ്? ദി ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ് എന്താണ്? കഴിഞ്ഞിരിക്കുന്നു. ബട്ട് വാഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. പക്ഷേ വാഷ്ടി എന്താണ്? അവളുടെ ചെയറിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണല്ലേ? ഗ്ലൂഡ് അല്ലേ? ഗ്ലൂ പറഞ്ഞാൽ എന്താണ്? പശ അല്ലേ? ഗ്ലൂഡിൻ്റെ മീനിങ് ഇവിടെ എന്താണ്? ഒട്ടിയിരിക്കല്ലേ? ഇങ്ങനെ അമർന്നിരിക്കുകയാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക് അല്ലേ? അവളുടെ പേപ്പർ എന്താണ്? ബ്ലാങ്ക് ആണ്, അതായത് ശൂന്യം അല്ലേ? ബ്ലാങ്ക് മീൻസ് ശൂന്യം അല്ലേ? ഒന്നുമില്ലാതെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. സെക്കൻഡ് പിക്ചറിൽ എന്താണ് പറയുന്നത്? വാഷ്ടീസ് ടീച്ചർ ലീൻഡ് ഓവർ ദി ബ്ലാങ്ക് പേപ്പർ. ലീൻഡ് മീൻസ് ചാഞ്ഞു അല്ലേ? ഇങ്ങനെ കുഞ്ഞിട്ട് നോക്കുകയാണല്ലേ? ചാഞ്ഞ് നിന്നിട്ട് നോക്കുകയാണ്. ലീൻഡ് ചെയ്തിട്ട് ടീച്ചർ എന്താണ് നോക്കുന്നത്? വാഷ്ടിയുടെ ബ്ലാങ്ക് പേപ്പറുമേൽ ഇങ്ങനെ നോക്കുകയാണ്. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ് അല്ലേ? അവൾ പറഞ്ഞു. ടീച്ചർ എന്താണ് പറഞ്ഞത്? ഒരു പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോമിലെ, വെളുത്ത സ്റ്റോമിലെ, വെളുത്ത കാറ്റിൽ എന്താണ്? ഒരു പോളാർ ബിയർ അല്ലേ? പോളാർ ബിയർ എന്താണ്? അല്ലേ, മഞ്ഞിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെള്ള കരടിയാണ്. നമുക്കറിയാം അല്ലേ? സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞ് അല്ലേ? സ്റ്റോം എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഒക്കെ വെള്ള കളറാണ്. അപ്പോൾ വെള്ള സ്നോയിലെ മഞ്ഞിലെന്താണ്? ഒരു വെളുത്ത കരടി അല്ലേ? കാണാൻ കഴിയില്ല, അതായത് ഒക്കെ ബ്ലാങ്ക് ആണെന്നുള്ളതിന് ടീച്ചർ പറഞ്ഞതാണ് അല്ലേ? വെള്ള കരടിയെ വരച്ചാൽ വെള്ളം ഒക്കെ വൈറ്റ് ആയിരിക്കും, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഒന്നും കാണില്ല. അപ്പോൾ ആ വൈറ്റ് ബ്ലാങ്ക് പേപ്പറിനെ ടീച്ചർ സാഹിത്യമായിട്ട് പറഞ്ഞതാണ്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ സെഡ് വാഷ്ടി. അപ്പോൾ വാഷ്ടി എന്ത് പറഞ്ഞു അല്ലേ? വെരി ഫണ്ണി അല്ലേ? തമാശ അല്ലേ? ഐ ജസ്റ്റ് കാൺ ഡ്രോ, എനിക്ക് വരക്കാൻ പോലും കഴിയില്ല. ഹർ ടീച്ചർ സ്മൈൽഡ് അല്ലേ? ടീച്ചർ ഇത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു അല്ലേ? ഒരു മാർക്ക്, ജസ്റ്റ് മേക്ക് എ മാർക്ക് അല്ലേ? ഒരു മാർക്ക്, ഒരു അടയാളം ഇടുക. ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു അല്ലേ? നിന്നെ അത് എവിടെ എത്തിക്കുമെന്ന് കാണുക അല്ലേ? ആ മാർക്ക് ഇട്ടിട്ട് അത് നിന്നെ എവിടെ എത്തിക്കുമെന്ന് നോക്കാമെന്നുള്ളത് പറയാണ്. ഫോർത്ത് പിക്ചറിൽ എന്താണ്? വാഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ അല്ലേ? വാഷ്ടി എന്താണ്? ഒരു മാർക്കർ എടുത്തു. ആൻഡ് ഗേവ് ദി പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. എന്നിട്ട് എന്താണ്? പേപ്പറിൽ ഒരു നല്ല ഗുഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുത്തിട്ടു, ജാബ്. ഇതാ, എന്നിട്ട് ഇതാന്ന് പറഞ്ഞിട്ട് ടീച്ചർക്ക് കൊടുത്തു. ഹർ ടീച്ചർ പിക്ക്ഡ് അപ്പ് ദി പേപ്പർ. അവരുടെ ടീച്ചർ എന്താ? പേപ്പർ എടുത്തു, പിക്ക് ചെയ്തു. ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. എന്നിട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്തു, നന്നായിട്ട് നോക്കിയില്ലേ? കെയർഫുള്ളായിട്ട്, സൂക്ഷ്മമായി നോക്കി. എന്ന് പറഞ്ഞു. എന്നിട്ട് ഷീ പുഷ്ഡ് ദി പേപ്പർ ടുവേർഡ്സ് വാഷ്ടി ആൻഡ് ക്വിറ്റ്ലി സെഡ് നൗ സൈൻ ഇറ്റ്. എന്താണ്? ആ പേപ്പർ വാഷ്ടിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്തു, ഇങ്ങനെ നീട്ടി. ആൻഡ് ക്വിറ്റ്ലി സെഡ്, എന്നിട്ട് പറഞ്ഞു, ക്വിക്കായിട്ട് പറഞ്ഞു, നൗ സൈൻ ഇറ്റ്. ഇപ്പോൾ സൈൻ ചെയ്യില്ലേ? ഇതിലൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വാഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റിൽ, ഒരു നിമിഷം വാഷ്ടി എന്താണെന്ന് ചിന്തിച്ച് നിന്നില്ലേ? തോട്ട് ചെയ്തു. വെൽ മേ ബി ഐ ക്യാൻ ഡ്രോ അല്ലേ? വെൽ, എനിക്കെന്താ? മേ ബി ഇല്ലേ, എനിക്ക് ചിലപ്പോൾ വരക്കാൻ കഴിയില്ലായിരിക്കും അല്ലേ? ഐ കാൺ ഡ്രോ അല്ലേ? എനിക്ക് വരക്കാൻ കഴിയില്ലായിരിക്കും. ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. പക്ഷേ എനിക്കെന്താണ്? എൻ്റെ നെയിം സൈൻ ചെയ്യാൻ കഴിയും. ദി നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച, വാഷ്ടി വാക്ക്ഡ് ഇൻ ടു ദി ആർട്ട് ക്ലാസ്. വാഷ്ടി എന്താണ്? ആർട്ട് ക്ലാസ്സിലേക്ക് നടന്നു. ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ വാട്ട് വാസ് ഹാങ്ങിങ് എബോവ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്. ടീച്ചറുടെ ഡെസ്കിൻ്റെ മുകളിൽ ഹാങ് ചെയ്തത് കണ്ടിട്ട് അവൾ എന്താണ്? സർപ്രൈസ് ആയില്ലേ? എന്താ ഹാങ് ചെയ്തതില്ലേ? ടീച്ചറുടെ ഡെസ്കിൻ്റെ എബോവ് ആയിട്ട് ഹാങ് ചെയ്തത് കണ്ടപ്പോൾ, സീ ചെയ്തപ്പോൾ അവൾക്ക് എന്താണ്? സർപ്രൈസ് ആയി. ഇറ്റ് വാസ് ദി ലിറ്റിൽ ഡോട്ട് ഷീ ഹാഡ് ഡ്രോൺ ഹർ ഡോട്ട് അല്ലേ? അവൾ വരച്ച ആ ഡോട്ടായിരുന്നു, അവളുടെ ഡോട്ടായിരുന്നു, ആ ലിറ്റിൽ ഡോട്ടായിരുന്നു അവിടെ ഹാങ് ചെയ്തിരുന്നത്. ആൾ ഫ്രെയിംഡ് ഇൻ സ്വെർലി ഗോൾഡ് അല്ലേ? അതെല്ലാം ഫ്രെയിം ചെയ്ത് ഒരു ഗോൾഡ് കളറിലാണ് ഫ്രെയിം ചെയ്തിരുന്നത് അല്ലേ? ഗോൾഡൻ കളറുള്ള ഫ്രെയിമിലാണ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ് അല്ലേ? എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഡോട്ട് ഉണ്ടാക്കാൻ കഴിയും. ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക് അല്ലേ? അവൾ അവരുടെ വാട്ടർ കളറിൻ്റെ സെറ്റ് ഓപ്പൺ ചെയ്തു, തുറന്നു. ആൻഡ് സെറ്റ് ടു വർക്ക്, എന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു. വാഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വാഷ്ടി എന്താണ്? ഇങ്ങനെ പെയിൻറ്റ് ചെയ്തു, വീണ്ടും പെയിൻറ്റ് ചെയ്തു. എ റെഡ് ഡോട്ട്, എ പർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട് അല്ലേ? ഒരു റെഡ് ഡോട്ട്, പർപ്പിൾ ഡോട്ട്, അങ്ങനെ ഓരോ ഡോട്ടുകൾ, ബ്ലൂ ഡോട്ട്, ഈ കളറിലെ ഡോട്ടുകളൊക്കെ അങ്ങനെ ഡോട്ട് ചെയ്യാൻ തുടങ്ങി. ദി ബ്ലൂ മിക്സ്ഡ് വിത്ത് ദി യെല്ലോ. ബ്ലൂ എന്താണ്? യെല്ലോ ആയിട്ട് മിക്സ് ചെയ്തു അല്ലേ? കൂട്ടിക്കലർത്തി. ഷീ ഡിസ്കവർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. യെല്ലോ കളറും ബ്ലൂ കളറും അവൾ മിക്സ് ചെയ്തു അല്ലേ? കൂട്ടിക്കലർത്തിയപ്പോൾ അവൾക്ക് എന്താണ്? ഗ്രീൻ ഡോട്ട് ഉണ്ടാക്കാമെന്ന് അവൾ ഡിസ്കവർ ചെയ്തു, കണ്ടുപിടിച്ചു. വാഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അങ്ങനെ വാഷ്ടി എന്താണ്? ഒരു എക്സ്പെരിമെൻ്റ് ഇല്ലേ? പരീക്ഷണം നടത്തി. വിത്ത് ലോട്ട് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇല്ലേ? കുറേ ലിറ്റിൽ ഡോട്ട്സ്, പല കളറിലുള്ള ഡോട്ട്സ് എന്താണ്? ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എക്സ്പെരിമെൻ്റ് ഇല്ലേ? പരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ? പുതിയൊരു കളർ കിട്ടിയപ്പോൾ അതുപോലെ വേറെ എക്സ്പെരിമെൻ്റ് ഇല്ലേ? പരീക്ഷണം നടത്താൻ തുടങ്ങി.
ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു അല്ലേ. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് അല്ലേ, എനിക്ക് ചെറിയ ഡോട്ട്സ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു അല്ലേ, എനിക്ക് വലിയ ഡോട്ട്സും ഉണ്ടാക്കാൻ കഴിയും അല്ലേ. ഐ ക്യാൻ ടു അല്ലേ, എനിക്ക് ആ വലിയ ഡോട്ട്സും ഉണ്ടാക്കാൻ കഴിയും. വാഷ്ടി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. വാഷ്ടി എന്താണ് സ്പ്ലാഷിലെ തെറിപ്പിച്ചു ഹെർ കളേഴ്സ് അവളുടെ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഒരു വലിയ ബ്രഷ് ഉപയോഗിച്ച് ഓൺ എ ബിഗ്ഗർ പേപ്പർ ഒരു വലിയ പേപ്പറിന്മേൽ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ് അല്ലേ, വലിയ ഡോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്തു തെറിപ്പിച്ചു അല്ലേ. ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോട്ട്സ് അല്ലേ വീഴുക. വാഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. അങ്ങനെ വാഷ്ടി എന്താണ് അല്ലേ ഡോട്ട് വരക്കാതെ തന്നെ ഒരു ഡോട്ട് ഉണ്ടാക്കി അല്ലേ. അവൾ വരക്കല്ലേ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്തു തെറിപ്പിച്ചപ്പോൾ ഡോട്ട്സ് അവിടെ വീണു. അപ്പോൾ എന്താണ് ഡോട്ട്സ് വരക്കാതെ തന്നെ എന്താണ് അവൾ ഒരു ഡോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. At the school art show, a few weeks later, Vashti's dots made quite a splash. സ്കൂളിലെ ആർട്ട് ഷോ, അതായത് ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന അല്ലേ ആ ഷോയിൽ ഒരു ഫ്യൂ വീക്സ് ലേറ്ററിന് ശേഷം വാഷ്ടിയുടെ ഡോട്ട്സ് എന്താണ് അവിടെ ഒരു ക്വിറ്റായിട്ടുള്ള സ്പ്ലാഷില്ല എല്ലാവരെയും ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ അവിടെ പ്രദർശിക്കപ്പെട്ടു. വാഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗെയ്സിങ് അപ്പ് അറ്റ് ഹെർ. ഗെയ്സിങ് മീൻസ് സൂക്ഷിച്ച് നോക്കുക അല്ലെ. എന്താണ് വാഷ്ടി നോട്ടീസ് ചെയ്തു. എന്ത് നോട്ടീസ് ചെയ്തു? വാഷ്ടി ശ്രദ്ധിച്ചു. ഒരു ലിറ്റിൽ ബോയ് ഒരു ചെറിയ ബോയ് എന്താണ് അവളെ സൂക്ഷിച്ച് നോക്കുന്നത് ശ്രദ്ധിച്ചു. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അല്ലേ, നീ എന്താണ് ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ ഹീ സെഡ്. അപ്പോൾ അവനെന്ത് പറഞ്ഞു? ഞാൻ എന്ത് വിഷ് ചെയ്യുന്നു, എനിക്കും വരക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിഷ് ചെയ്യുന്നു. ഐ ബെറ്റ് യു ക്യാൻ സെഡ് വാഷ്ടി. അപ്പോൾ വാഷ്ടി എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ ബെറ്റ് ചെയ്യുന്നു യു ക്യാൻ അല്ലേ, നിനക്ക് സാധിക്കും അല്ലേ, നിനക്കും വരക്കാൻ കഴിയുമെന്ന് ഞാൻ നിന്നെ ബെറ്റ് ചെയ്യുന്നു. മീ നോ നോട്ട് ഐ കാൺട്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. മീ ഞാനോ? നോ ഇല്ല. നോട്ട് എനിക്ക് പറ്റില്ല. ഐ കാൺട്ട് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലും വരക്കാൻ കഴിയില്ല വിത്ത് എ റൂളറിലെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെയുള്ള ഒരു വര പോലും വരക്കാൻ എനിക്ക് കഴിയില്ല, അതുപോലും വരക്കാൻ കഴിയാത്ത എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു ആ കുട്ടി. വാഷ്ടി സ്മൈൽഡ്. കേട്ടപ്പോൾ വാഷ്ടി എന്താണ് സ്മൈൽ ചെയ്തു, പുഞ്ചിരിച്ചു. ഷീ ഹാൻഡഡ് ദി ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ബ്ലാങ്ക് ഷീറ്റ് ഒന്നുമില്ലാത്തൊരു ഷീറ്റ് ആ കുട്ടിക്ക് എന്താണ് കൈമാറി, ഹാൻഡ് ചെയ്തു. ഷോ മീ അല്ലേ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ കൊടുത്തു, വാഷ്ടി കൊടുത്തു. അപ്പോൾ ബോയ് എന്താണ് ദി ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹീ ഡ്രോ ഹിസ് ലൈൻ. ഷുക്ക് മീൻസ് വിറച്ചു അല്ലേ. അവനെന്താണ് അവൻ്റെ ലൈന് വരക്കുമ്പോൾ എന്താണ് അവൻ്റെ പെൻസിൽ ഇങ്ങനെ ഷുക്ക് ചെയ്യാൻ തുടങ്ങി, വിറച്ചു. വാഷ്ടി സ്റ്റെയർഡ് അറ്റ് ദി ബോയ്സ് സ്ക്യുഗിൾ. സ്ക്യുഗിൾ മീൻസ് വളഞ്ഞ വര. വാഷ്ടി എന്താണ് അവൻ വരച്ചത് എന്താണ് ഒരു വളഞ്ഞ വരയായിരുന്നു അല്ലേ. ആ വാഷ്ടി എന്താണ് അതിനെ നോക്കിയില്ലേ, സ്റ്റെയർ ചെയ്തു ആ ബോയ് വരച്ച സ്ക്യുഗിളിനെ, അതായത് വളഞ്ഞ വരയെ വാഷ്ടി നോക്കി. ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. എന്നിട്ട് അവൾ പറഞ്ഞു സൈൻ ഇറ്റിൽ, അതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു അല്ലേ. ടീച്ചർ പറഞ്ഞ അതേപോലെ തന്നെ ടീച്ചർ അവളോട് ഡോട്ട് ഇടാൻ പറഞ്ഞു, എന്നിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ബോയിയോട് എന്താണ് അവൻ്റെ കോൺഫിഡൻസ് വളർത്താൻ വേണ്ടിയിട്ടില്ലേ. അതിനുശേഷമല്ലേ വാഷ്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടായത്. അതേപോലെ തന്നെ ഈ ബോയ്ക്ക് ഈ കുട്ടിക്ക് എന്താണ് കോൺഫിഡൻസ് ഇല്ലേ, വരക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വര വരച്ചിട്ട് അതിൽ സൈൻ ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് വാഷ്ടി എന്ത് ചെയ്യുമായിരിക്കും അല്ലേ, ടീച്ചർ ചെയ്ത പോലെ ഫ്രെയിം ചെയ്ത് കൊടുക്കുമായിരിക്കും അല്ലേ. നല്ല ഭംഗിയിലൊക്കെ അവൻ വരച്ച വര കാണുമ്പോൾ അല്ലേ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും ഇല്ലേ. അതിന് വേണ്ടിയിട്ടാണ് വാഷ്ടി അങ്ങനെ ചെയ്തത്. ലെറ്റ്സ് എക്സ്പ്ലോർ ദി സ്റ്റോറി. ഈ സ്റ്റോറി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലെ, അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് വാഷ്ടി സാഡ്. എന്തുകൊണ്ടാണ് വാഷ്ടി സാഡ് ആയതിലെ വിഷമിച്ചത്? വാഷ്ടി വാസ് സാഡ്. വാഷ്ടി സാഡ് ആയത് വിഷമിച്ചത് ബിക്കോസ് കാരണം ഷീ ബിലീവ്ഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ അല്ലേ. അവൾ എന്ത് ബിലീവ് ചെയ്തിരുന്നു? അവൾക്ക് വരക്കാൻ കഴിയില്ലെന്ന്. ഷീ കുഡ് നോട്ട് ഡ്രോ വരക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്നു, ബിലീവ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൾ വിഷമിച്ചിരുന്നത്. കുഡിൻറ്റ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്. അതായത് കുഡ് നോട്ട് എന്നാണ് മീനിങ്, പക്ഷേ പ്രൊണൗൺസ് ചെയ്യേണ്ടത് വായിക്കേണ്ടത് കുഡിൻറ്റ് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദി ടീച്ചർ ആസ്ക് വാഷ്ടി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദി പിക്ചർ ഓഫ് എ ഡോട്ട്. വാട്ട് ഡിഡ് ദി ടീച്ചർ ആസ്ക് വാഷ്ടിയിലെ വാഷ്ടിയോട് ടീച്ചർ എന്താണ് ചോദിച്ചത്? ടു ഡു എന്ത് ചെയ്യാനാണ് ചോദിച്ചത്? ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദി പിക്ചർ ഓഫ് എ ഡോട്ട്. അവൾ ഒരു ഡോട്ടിൻ്റെ പിക്ചർ വരച്ചതിന് ശേഷം, ആഫ്റ്റർ അല്ലേ, അതിനുശേഷം വാഷ്ടിയോട് എന്താണ് പറഞ്ഞത് അല്ലേ, സൈൻ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. ദി ടീച്ചർ ആസ്ക്ഡ് വാഷ്ടി ടു സൈൻ ഹെർ നെയിം ഓൺ ദി ഡ്രോയിങ് അല്ലേ. ടീച്ചർ ആസ്ക്ഡ് വാഷ്ടി, ടീച്ചർ വാഷ്ടിയോട് ചോദിച്ചത് ടു സൈൻ അല്ലേ, സൈൻ ചെയ്യാനാണ്, ഹെർ നെയിം ഓൺ ദി ഡ്രോയിങ്. ആ ഡ്രോയിങ്ങിൻ്റെ മുകളിൽ അവളുടെ നെയിം സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. തേർഡ് വൺ, വാട്ട് ഡിഡ് വാഷ്ടീസ് ടീച്ചർ ഡു വിത്ത് ഹെർ പിക്ചർ. വാഷ്ടിയുടെ ടീച്ചർ എന്താണ് ചെയ്തത്? വിത്ത് ഹെർ പിക്ചർ, അവളുടെ പിക്ചർ ഉപയോഗിച്ച് എന്താണ് ചെയ്തത്? അത് ഫ്രെയിം ചെയ്ത് വെച്ചു അല്ലേ. വാഷ്ടീസ് ടീച്ചർ ഫ്രെയിംഡ് ദി പിക്ചർ ആൻഡ് ഹങ് ഇറ്റ് എബവ് ഹെർ ഡെസ്ക്. വാഷ്ടിയുടെ ടീച്ചർ എന്താണ് ആ പിക്ചർ എന്താണ് ഫ്രെയിം ചെയ്തു അല്ലേ, ഫ്രെയിം ചെയ്തു. ആൻഡ് ഹങ് ഇറ്റ് എബവ് ഹെർ ഡെസ്ക് അല്ലേ, അവളുടെ ഡെസ്കിൻ്റെ മുകളിൽ ഹങ് ചെയ്തു അല്ലേ, തൂക്കിയിട്ടു, ഹാങ് ചെയ്തിടൂലേ. ഫോർത്ത് വൺ, വൈ ഡിഡ് വാഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്. എന്തുകൊണ്ടാണ് വാഷ്ടി ചിന്തിച്ചത് അല്ലേ, ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട് അല്ലേ, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡോട്ട് എനിക്ക് വരക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കാരണം എന്താണ്?
വാഷ്ടി എന്താണ് ഇൻസ്പയർ ആയില്ലേ, അവളുടെ ഫ്രെയിം കണ്ടപ്പോൾ അവൾക്ക് എന്താണ് വളരെ സന്തോഷമായിട്ട് ഇൻസ്പയർ ആയിട്ടില്ലേ. അത് കണ്ടതിന് ശേഷമാണ് വാഷ്ടി എന്താണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഡോട്ട് എനിക്ക് വരക്കാൻ കഴിയുമെന്ന് വാഷ്ടി ചിന്തിച്ചത്. വാഷ്ടി വാസ് ഇൻസ്പയർഡ് ബൈ ഹർ ഫ്രെയിംഡ് ഡോട്ട്. ഫ്രെയിംഡ് ഡോട്ട് കണ്ടപ്പോൾ വാഷ്ടിക്ക് എന്താ ഇൻസ്പിറേഷൻ, ഒരു ആത്മവിശ്വാസം വന്നു. ബീൻ ഡിസ്പ്ലേഡ് ഇൻ ദി ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ ഡിസ്പ്ലേ ചെയ്ത ഫ്രെയിം കണ്ടപ്പോൾ. ആൻഡ് ഫെൽറ്റ് ഷീ കുഡ് ക്രിയേറ്റ് ഈവൻ മോർ ഇംപ്രസീവ് ഡോട്ട്. എന്നിട്ട് എന്താ അവൾ ചിന്തിച്ചു, ഫെൽറ്റ് ചെയ്തു എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള ഡോട്ട് വരക്കാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ അത് കണ്ടപ്പോഴേ നല്ലൊരു സന്തോഷമായിട്ട് അവൾക്ക് എന്താണ്, അത് കണ്ടപ്പോഴാണ് ഇൻസ്പിറേഷൻ കിട്ടിയത്. ആ ഫ്രെയിം കണ്ടപ്പോൾ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഡോട്ട് എനിക്ക് വരക്കാൻ കഴിയുമെന്ന് വാഷ്ടി ചിന്തിച്ചത്. 5th one, വാഷ്ടി ആസ്ക്ഡ് ദി ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വാഷ്ടി എന്താണ് ബോയിനോട് എന്താണ് ആ പിക്ചറിൽ സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. വൈ, എന്തുകൊണ്ട്, എന്തിനാണ് അങ്ങനെ സൈൻ ചെയ്യാൻ പറഞ്ഞത്? ടീച്ചർ അവളോട് ചെയ്തതുപോലെ തന്നെ ആ കുട്ടിയോട് ചെയ്യാൻ പറയുകയാണല്ലേ. എന്തിനാണ്? അവൻ്റെ ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ടാണല്ലേ, അവൻ്റെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ വരക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാനല്ലേ, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതില്ലേ. എന്നിട്ട് അതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചാൽ അവനൊരു ആത്മവിശ്വാസം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ആ പിക്ചറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞത്. വാഷ്ടി ആസ്ക്ഡ് ദി ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു എൻകറേജ് ഹിം ടു ഡ്രോ. അവനെ എൻകറേജ്, വരക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനോട് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ജസ്റ്റ് ലൈക്ക് ഹർ ടീച്ചർ ഹാഡ് ഡൺ ഫോർ ഹർ. അവളുടെ ടീച്ചർ അവളോട് ചെയ്തതുപോലെ ജസ്റ്റ് ലൈക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മേക്ക് ഹിം ബിലീവ് ഇൻ ഹിസ് ആർട്ടിസ്റ്റിക് പോട്ട്. അവൻ്റെ ആർട്ടിസ്റ്റിക്, അവൻ്റെ കഴിവിൽ ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അവനോട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. 6th one, വാട്ട് വിൽ ദി ബോയ് ഡു നെക്സ്റ്റ്. എന്നിട്ട് ആ ബോയ് എന്താണ് ചെയ്തത്? ദി ബോയ് വിൽ ലൈക്ലി ഗെയിൻ മോർ കോൺഫിഡൻസ്. ആ കുട്ടിക്ക് എന്താണ് കൂടുതൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഗെയിൻ ചെയ്യാനല്ലേ, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് അവനെ എന്തിലേക്ക് നയിച്ചു? ലീഡ് ചെയ്തു. ലീഡിങ് ഹിം ടു ഡ്രോ മോർ പിക്ചേഴ്സ്. അവനെ കൂടുതൽ പിക്ചേഴ്സ് വരക്കാൻ വേണ്ടിയിട്ട് ലീഡ് ചെയ്തു. അതിലേക്ക് അവനെ കൂടുതൽ പിക്ചേഴ്സ് വരക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ഇതിലൊരു ആക്ടിവിറ്റി ഉള്ളൂ. ആക്ടിവിറ്റി 1, സം ഓഫ് ദി ഈവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഇല്ലസ്ട്രേറ്റഡ് ബിലോ. സ്റ്റോറിയിലുള്ള കുറച്ച് ഈവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദി പിക്ചേഴ്സ് ഗിവൺ. ഇവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുക, അതായത് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഈ സ്റ്റോറി എല്ലാവരും മുന്നേ കേട്ടിട്ടുണ്ടാവും ഇല്ലേ, ദി ലയൺ ആൻഡ് ദി മൗസ്. ലയണും മൗസും തമ്മിലുള്ള സ്റ്റോറി. ലയൺ എന്താണ്, മൗസിനെ കണ്ട് പേടിപ്പിച്ച് പിടിക്കാൻ പോകുമ്പോൾ ജീവന് വേണ്ടി യാചിക്കും. എന്നിട്ട് അങ്ങനെ എന്നാൽ നിന്നെ ഞാൻ വീണ്ടും പിന്നെ ഒരിക്കൽ രക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ ലയൺ എന്താണ്, വിട്ടയക്കും. അങ്ങനെ ലയണിനും അതേപോലെ ഒരു അവസ്ഥ വരും. ഒരു വേട്ടക്കാരൻ്റെ നെറ്റിൽ കുടുങ്ങുമ്പോൾ റാറ്റില്ലേ, നമ്മുടെ മൗസ് എന്താണ് ലയണിനെ രക്ഷിക്കുന്ന കഥ. അപ്പോൾ അതെന്താണ് നമ്മൾ വിവരിച്ചെഴുതണം. അപ്പോൾ സ്റ്റോറി നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ദി ലയൺ ആൻഡ് ദി മൗസ്. ലയണും മൗസാണ് ഇപ്പോൾ ഹെഡ്ലൈന്. ദി ലയൺ ആൻഡ് ദി മൗസ് എന്ന് കൊടുക്കാം. എ ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ ദി ഫോറസ്റ്റ് അണ്ടർ എ ട്രീ. ലയൺ എന്താണ്, സ്ലീപ്പ് ചെയ്യുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ഇൻ ദി ഫോറസ്റ്റ്, കാട്ടിൽ. അണ്ടർ എ ട്രീ, മരത്തിൻ്റെ ചുവട്ടിൽ. ദെൻ എ മൗസ് ആക്സിഡൻ്റലി ഡിസ്റ്റർബ്ഡ് ഹിം. ആക്സിഡൻ്റലി അതായത് അപ്രതീക്ഷിതമായിട്ട് ആക്സിഡൻ്റലി ആയിട്ട് ഒരു മൗസ് എന്താണ് അവനെ ഡിസ്റ്റേബ് ചെയ്തു. ഡിസ്റ്റേബ് ചെയ്തത് ശല്യപ്പെടുത്തി. ഹിം. ലയൺ ഗോട്ട് ആംഗ്രി. ലയൺ എന്താണ്, ദേഷ്യം വന്നു, ആംഗ്രി വന്നു. ആൻഡ് ദി മൗസ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. അപ്പോൾ എന്താണ്, മൗസ് എന്താണ് ഫിയറിലെ പേടി കൊണ്ട് ഷിവർ ചെയ്തു, ഇങ്ങനെ വിറച്ചു. മൗസ് ബെഗ്ഡ് ഫോർ ഹിസ് ലൈഫ്. അവൻ്റെ ജീവന് വേണ്ടിയിട്ട് മൗസ് എന്താണ് ബെഗ് ചെയ്തു, യാചിച്ചു. ആൻഡ് പ്രോമിസ്ഡ് ദി ലയൺ ദാറ്റ് വൺ ഹി വിൽ ഹെൽപ്പ് ഹിം. എന്ത് പ്രോമിസ് ചെയ്തു? ഒരു പ്രോമിസ് കൊടുത്തു ലയണിന്. ഒരിക്കൽ എന്താണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ഹിം. വൺ ഹി വിൽ ഹെൽപ്പ് ഹിം. ഒരിക്കൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ബൈ ഹിയറിങ് ദിസ് ലയൺ റിലീസ്ഡ് ദി മൗസ്. അത് കേട്ടപ്പോൾ ഹിയർ ചെയ്തപ്പോൾ ലയൺ എന്താണ് മൗസിനെ റിലീസ് ചെയ്തു, വിട്ടയച്ചു. വൺ ഡേ ദി ലയൺ ഗോട്ട് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. ഒരു ദിവസം ലയൺ എന്താണ് ഹണ്ടേഴ്സിൻ്റെ വേട്ടക്കാരൻ്റെ നെറ്റിൽ കുടുങ്ങി, കോട്ട് ചെയ്തു. ദി ലയൺ റോഡ് ലൗഡ്ലി. ലയൺ എന്താണ് ഉച്ചത്തിൽ റോർ ചെയ്തു, ഇങ്ങനെ അലറി. ബൈ ഹിയറിങ് ദാറ്റ് മൗസ് റിമെമ്പേർഡ് ദ ലയൺസ് കൈൻഡ്നെസ് ആൻഡ് കെയിം ടു ഹെൽപ്പ് ഹിം. അത് കേട്ടപ്പോൾ ഹിയറിങ് ദാറ്റ് മൗസ് എന്ത് ഓർത്തു, റിമെമ്പർ ചെയ്തു ലയൻ്റെ കൈൻഡ്നെസ്സിൽ, അവനെ വിട്ടയച്ചില്ലായിരുന്നു, ആ കൈൻഡ്നെസ്സിൽ ആ കൈൻഡ്നെസ് ഓർത്തപ്പോൾ എന്താണ് കെയിം ടു ഹെൽപ്പ് ഹിം. അത് ഓർത്തപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഹി ബിഗൻ ടു നോ ദി നെറ്റ്. ആ നെറ്റ് എന്താണ് ഇങ്ങനെ കറന്നെടുക്കാൻ, അട്ടിക്ക പല്ലുകൊണ്ട് ഇങ്ങനെ അറക്കാൻ തുടങ്ങി. ആൻഡ് സെറ്റ് ദി ലയൺ ഫ്രീ. എന്നിട്ട് ലയനെ ഫ്രീ ആക്കി, വിട്ടയച്ചു. ദി ലയൺ വാസ് സോ താങ്ക്ഫുൾ ആൻഡ് ഹി പ്രോമിസ്ഡ് ടു പ്രൊട്ടക്ട് ദി മൗസ് ആൾവേസ്. ലയൺ എന്താണ് എപ്പോഴും കടപ്പെട്ടിരിക്കും, അതുപോലെ തന്നെ അവനോട് എന്താണ് നിന്നെ ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാം, സംരക്ഷിക്കാം എന്ന് പ്രോമിസ് ചെയ്തു, വാക്ക് കൊടുത്തു. ഫ്രം ദെൻ ഓൺ ദേ ബോത്ത് ബിക്കെയിം ഫ്രണ്ട്സ്. അതിനുശേഷം അവരെന്താണ് രണ്ടാളും ഫ്രണ്ട്സ് ആയിട്ട് മാറി. അപ്പോൾ ഇതിലാകെ ഒരു ആക്ടിവിറ്റി ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.